Hello dear students, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OS ലാബ് CSL 206 OS ലാബ് ആണ്. ലാബിലെ ഫിഫ്ത്ത് എക്സ്പെരിമെൻ്റ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിഫ്ത്ത് എക്സ്പെരിമെൻ്റ് CPU ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് അല്ലെങ്കിൽ FCFSും SJFും. ഓൾറെഡി ഈ അൽഗോരിതംസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓക്കെ, ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഷെഡ്യൂളിംഗ് അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചെയ്ത് നമ്മൾ ഗാൺ ചാർട്ട് വരയ്ക്കുന്നു. ഇനി ഗാൺ ചാർട്ടിൽ നിന്ന് നമ്മൾ ആവറേജ് വെയിറ്റിംഗ് ടൈം, ഓരോ പ്രോസസ്സിൻ്റെ വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കുന്നു. ദെൻ ആവറേജ് വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കുന്നു. അതേപോലെ തന്നെ ഓരോ പ്രോസസ്സിൻ്റെ ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കുന്നു. ദെൻ ആവറേജ് ടേൺ അറൗണ്ട് ടൈം. സോ ഈ എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ബിഫോർ ദാറ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. വാട്ട് ഈസ് ദിസ് FCFS അൽഗോരിതം, ഹൗ ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റ്, ഹൗ ഷെഡ്യൂളിംഗ് ഈസ് ഡൺ if FCFS scheduling algorithm is implemented. Okay, so നോക്കാം scheduling algorithm FCFS. What is the abbreviation of FCFS? First come first serve scheduling. Okay, first come first serve. F stands for first, then C come, then F stands for first, S stands for serve. So first come first serve algorithm. Okay, it is the simplest scheduling algorithm and it is also a non-preemptive and preemptive scheduling algorithm. Okay, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് FCFS അൽഗോരിതം, എങ്ങനെയാണ് ആ ഷെഡ്യൂളിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് ഈ പ്രോസസ് ഷെഡ്യൂളിംഗ് നടക്കുന്നത്? ഇഫ് FCFS ഷെഡ്യൂളിംഗ് അൽഗോരിതം ഇസ് ഇംപ്ലിമെൻറ്റിംഗ്, യെസ്, പ്രോസസ് ദാറ്റ് കംസ് ഫസ്റ്റ് ഇസ് എക്സിക്യൂട്ടഡ് ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ഫസ്റ്റ് ആരാണോ വന്ന പ്രോസസ്സ്, ആ പ്രോസസ്സായിരിക്കും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഏത് പ്രോസസ്സാണ് CPU ആദ്യം റിക്വസ്റ്റ് ചെയ്യുന്നത് വിൽ ഗെറ്റ് ദ CPU ഫസ്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ്സ് എക്സാമ്പിൾ ഓഫ് ബൈങ് ടിക്കറ്റ്സ് അറ്റ് ദ ടിക്കറ്റ് കൗണ്ടർ. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ഓക്കെ, സോ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്കറിയാം. ഇറ്റ് ഈസ് സിമ്പിൾ ടു യൂസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്. ദെൻ ജോബ്സ് ആർ എക്സിക്യൂട്ടഡ് ഇൻ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് മാനർ. It both supports preemptive as well as non-preemptive scheduling algorithm. But ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റിംഗ് ടൈം കൂടുതലാണ്. കാരണം ഇപ്പം ആദ്യം വന്ന പ്രോസസ്സിന് ബേസ്റ്റ് ടൈം കൂടുതലാണെങ്കിൽ ബാക്കിയുള്ള സ്മോൾ ബേസ്റ്റ് ടൈമുള്ള പ്രോസസ്സെല്ലാം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഹയർ വെയിറ്റിംഗ് ടൈം ഉള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ഈസ് ഈസി ടു പ്രോഗ്രാം. ദെൻ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. ദെൻ സിമ്പിൾ ഷെഡ്യൂളിംഗ് അൽഗോരിതം. ഡിസഡ്വാൻറ്റേജ് നമ്മളിപ്പം നേരത്തെ തന്നെ പറഞ്ഞതുണ്ട്. ഈ ഒരു ഹൈ വെയിറ്റിംഗ് ടൈം ഉള്ളത് കൊണ്ട് അവിടെ ഏത് പ്രോബ്ലം വരും? യെസ്, സ്റ്റാർവേഷൻ. ഒരു പ്രോസസ്സ് സ്മോൾ ബേസ്റ്റ് ടൈം ആയിട്ടുള്ള പ്രോസസ് മസ്റ്റ് വെയിറ്റ് ഫോർ ലോങ് ടൈം അല്ലേ? അപ്പം അങ്ങനെ സ്റ്റാർവേഷൻ അറൈസസ്. ദെൻ മോർ ആവറേജ് വെയിറ്റിംഗ് ടൈം. Okay, which causes it is not possible to use the resources in a parallel manner. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ once a process gets a CPU, it won't release the CPU until its execution അല്ലേ? അപ്പോൾ അങ്ങനെ പാരലൽ മാനറിലല്ല നടക്കുന്നത്. സോ വിച്ച് കോസസ് എ കോൺവേ എഫക്റ്റ്. സോ ദ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ഇസ് പുവർ. ഓക്കെ, അതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺവേ എഫക്റ്റ് എന്താണെന്നൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. കോൺവേ എഫക്റ്റ് മീൻസ് ഇറ്റ് ഈസ് എ കണ്ടീഷൻ ദറ്റ് അറൈസസ് ഇൻ FCFS ഷെഡ്യൂളിംഗ് അൽഗോരിതം. വാട്ട് ഈസ് ദാറ്റ്? വെൻ ഒരു പ്രോസസ്സ് CPU ഹോൾഡ് ചെയ്യും കുറേ ടൈം. When one process holds CPU for a long time and another process can get the CPU only when the process holding the CPU finishes its execution. മനസ്സിലായോ? ആദ്യം ഒരു പ്രോസസ്സിന് CPU കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ് will keep the CPU, will release the CPU only after its execution. Okay, that process holding the CPU finishes its execution only, it will release the CPU. Okay, അങ്ങനെയാണെങ്കിൽ another process can use it. This type of effect is known as conway effect. അതുകൊണ്ട് കോൺവേ എഫക്റ്റ് ഉള്ളത് തന്നെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ പവറാണ്, വിച്ച് എഫക്ട്സ് ദ പെർഫോമൻസ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. പിന്നെ കോൺവേ എഫക്റ്റിൻ്റെ കാര്യം ഓർത്ത് വെച്ചേക്കുക.
കാരണം നിങ്ങൾക്കിപ്പം OS ലാബിൽ വൈവയൊക്കെ ചോദിക്കുമ്പോൾ കോൺവേ എഫക്റ്റ് എന്താണ് അതൊക്കെ ചോദിക്കാം. ഓക്കെ, പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്താണ്, സ്റ്റാർവേഷൻ എന്താണ്, സ്റ്റാർവേഷൻ നമുക്ക് FCFS അൽഗോരിതത്തിൽ ഉണ്ടാവുമോ, അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് മേ ബി വൈവ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ഈ പ്രോബ്ലം നമുക്കിങ്ങനെ ഈ പ്രോബ്ലം ഇതിൽ നമ്മൾ ആവറേജ് വെയിറ്റിംഗ് ടൈം, ആവറേജ് ടേൺ അറൗണ്ട് ടൈം ഒക്കെ കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് നമുക്കൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. കറക്റ്റ് ആൻസർ തന്നെ കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു പ്രോബ്ലത്തിലോട്ട് ഞാൻ കയറുവാണ്. Consider a set of 3 processes whose burst time is given. Okay, burst time is given. Burst time is given and we need to calculate the average waiting time and average turnaround time. Okay, average waiting time and average turnaround time. Okay, അപ്പോൾ ഇവിടെ പ്രോസസ്സിൻ്റെ ബേസ്റ്റ് ടൈം, ഇവിടെ പ്രോസസ് ഹാവ് അസ്യൂം ടു അറൈവ് അറ്റ് 0 at time 0. എല്ലാ all process have assumed to arrive at time 0. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോസസ്സും അവരുടെ ബേസ്റ്റ് ടൈമും തന്നിട്ടുണ്ട്. എത്ര പ്രോസസ്സ് ഉണ്ട് ഇതിൽ? യെസ്, 3 പ്രോസസ് P1, P2, P3 ഹാവിങ് ദ ബേസ്റ്റ് ടൈം 24, 3 and 3 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? വി നീഡ് ടു ഡ്രോ ദ ഗാൺ ചാർട്ട്, റൈറ്റ്? ഗാൺ ചാർട്ട് വരയ്ക്കണം. സോ ഗാൺ ചാർട്ട് ഞാൻ വരയ്ക്കുവാണ്. ഗാൺ ചാർട്ട് വരയ്ക്കുമ്പോഴത്തേക്കും ദ പ്രോസസ് ഈ ഓർഡറിലാണ്. ഇപ്പോൾ എല്ലാ പ്രോസസ് വന്ന ഓർഡർ ഇതാണെന്ന് വിചാരിച്ചോളൂ, P1, P2, P3. അപ്പോൾ ഓർഡർ ഒന്നും നിങ്ങൾ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ടേബിൾ വെച്ചിട്ട് തന്നെ ഓർഡർ നിങ്ങൾ എടുക്കുക. സപ്പോസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും ചിലപ്പോൾ ഈ ഓർഡറിലാണ് വന്നത്, P1, P2, P3 ഈ ഓർഡറിലാണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ തന്നെ എടുക്കുക. ഇല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒന്നും തന്നിട്ടില്ല ആൻഡ് ഓൾസോ FCFS അൽഗോരിതം വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാം. മീൻസ് ആദ്യം P1, പിന്നെ P2, ദെൻ P3. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം P1 തന്നെ എടുത്തു. അപ്പോൾ ടൈം 0-ന് P1 കയറ്റി. CPU-നെ ആക്സസ് ചെയ്യാൻ പറ്റും P1 ബേസ്റ്റ് ടൈം എത്രയാണ്? 24 മില്ലി സെക്കൻഡ്. 24 മില്ലി സെക്കൻഡ് വരെ അയാൾ എക്സിക്യൂട്ട് ചെയ്തിട്ട് 24 മില്ലി സെക്കൻഡ് ആകുമ്പോൾ ലീവ് ചെയ്തു. ദെൻ P2 ബേസ്റ്റ് ടൈം എത്രയാണ്? യെസ്, 3 മില്ലി സെക്കൻഡ് വരെ അയാൾ എക്സിക്യൂട്ട് 24 മില്ലി സെക്കൻഡ് CPU-നെ കിട്ടി. 3 മില്ലി സെക്കൻഡ് വരെ എക്സിക്യൂട്ട് ചെയ്ത് 27 മില്ലി സെക്കൻഡ് ആകുമ്പോഴത്തേക്കും P2 ലീവ് ചെയ്തു. P2 CPU-നെ റിലീസ് ചെയ്തു. ഇനി അടുത്ത ആരാണ്? 27 മില്ലി സെക്കൻഡിൽ അടുത്ത ആരാ? P3 അല്ലേ? 27 മില്ലി സെക്കൻഡ് P3-നെ കിട്ടി. എന്നിട്ട് 3 മില്ലി സെക്കൻഡ് വരെ എക്സിക്യൂട്ട് ചെയ്തിട്ട് 30 മില്ലി സെക്കൻഡ് ആയപ്പോൾ P3 ലീവ് ചെയ്തു. സോ നിങ്ങൾക്ക് ഇവിടെ എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇപ്പം ഈ ഒരു കേസിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇവിടെ 24, ഇവിടെ P1-ൻ്റെ കേസ് 24 എന്ന് പറഞ്ഞാൽ ലോങ് ബേസ്റ്റ് ടൈമുള്ള പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ആദ്യം വന്നതുകൊണ്ട് അത് അത്ര 24 മില്ലി സെക്കൻഡ് വരെ ആർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു? ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് അല്ലേ? 24 മില്ലി സെക്കൻഡ് വരെ ആർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു? P2-ൻ്റെ ബേസ്റ്റ് ടൈം 3 മില്ലി സെക്കൻഡേ ഉള്ളൂ. പക്ഷേ 24 മില്ലി സെക്കൻഡ് വരെ ആർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു? P2-ന്. ഓക്കെ, അതേപോലെ P3യും സിമിലർലി P3 ഹാസ് ടു വെയിറ്റ് ടിൽ 27 മില്ലി സെക്കൻഡ്. കാരണം അവരുടെ ബേസ്റ്റ് ടൈം കുറവല്ലേ? അവർ ആദ്യമേ കയറുന്നുണ്ടായിരുന്നെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ എക്സിക്യൂഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങാമായിരുന്നു. ബട്ട് ഈ ഒരു പ്രോബ്ലമാണ് എന്ത്? സ്റ്റാർവേഷൻ. ഓക്കെ, ഹയർ വെയിറ്റിംഗ് ടൈമാണ്. ഓക്കെ, ഇതൊക്കെ ഒരു FCFS അൽഗോരിതത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നു? ആവറേജ് വെയിറ്റിംഗ് ടൈമും. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ അറൈവൽ ടൈം ഒന്നും തന്നിട്ടില്ല. ഇന്ന പ്രോസസ്സ് ഈ ടൈമിലാണ് 0th മില്ലി സെക്കൻഡിലാണ് എത്തിയത്, അല്ലെങ്കിൽ ഇന്ന പ്രോസസ്സ് 1 മില്ലി സെക്കൻഡിലാണ് എത്തിയത്, അല്ലെങ്കിൽ ഇന്ന പ്രോസസ്സ് 2 മില്ലി സെക്കൻഡിലാണ് എത്തിയത്. അങ്ങനെ അറൈവൽ ടൈമും കൂടെ നിങ്ങൾക്ക് ഇവിടെ ഒരു കോളം കൂടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇതും കൂടെ വെച്ചിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഗാൺ ചാർട്ട് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്മുടെ കംപ്ലീഷൻ ടൈമും കണ്ടുപിടിക്കാം, വെയിറ്റിംഗ് ടൈമും കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ അറൈവൽ ടൈം തന്നിട്ടുണ്ടോ? ഇല്ല, എല്ലാ പ്രോസസ്സും 0 മില്ലി സെക്കൻഡിലാണ് എത്തിയിരിക്കുന്നത്. സോ നമുക്ക് പറയാം അറൈവൽ ടൈം തന്നിട്ടില്ല. സോ നമ്മുടെ ഈ ഗാൺ ചാർട്ടിൽ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്മുടെ കംപ്ലീഷൻ ടൈമും ടേൺ അറൗണ്ട് ടൈം. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ വരച്ചു. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ടേബിൾ വരച്ചു. ടേബിൾ ഇതാണ്: പ്രോസസ്, ബേസ്റ്റ് ടൈം, പിന്നെ എന്താണ് കംപ്ലീഷൻ ടൈം, ദെൻ ടേൺ അറൗണ്ട് ടൈം, ദെൻ വെയിറ്റിംഗ് ടൈം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫോർമുലാസ് ഉണ്ട്. ഈ ഫോർമുലാസ് നല്ലപോലെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ അറൈവൽ ടൈം തന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കംപ്ലീഷൻ ടൈം, P1-ൻ്റെ കംപ്ലീഷൻ ടൈം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂ.
P1 വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂ. സോ വാട്ട് ഈസ് എ കംപ്ലീഷൻ ടൈം ഓഫ് വാട്ട് വിൽ ബി ദ കംപ്ലീഷൻ ടൈം ഓഫ് P3? കംപ്ലീഷൻ ടൈം വെച്ചാൽ P3യുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത്, P3യുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള അതിൻ്റെ വെയിറ്റിംഗ് ടൈം. അതേപോലെ P2യുടെ വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ P2ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള. പ്രൊവൈഡഡ് ഞാൻ പറഞ്ഞു അറൈവൽ ടൈം ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫോർമുല വെച്ച് ചെയ്താലും മതി, അല്ലെങ്കിൽ ഒരു രീതിയിൽ പഠിക്കുക. ഈ ഫോർമുല വെച്ച് അറിഞ്ഞിരുന്നാൽ മതി. ഈ ഒരു ഫോർമുല വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? അപ്പോൾ ഇതിലെ കംപ്ലീഷൻ ടൈം നമുക്ക് നോക്കാം. ഇതിലെ കംപ്ലീഷൻ ടൈം നോക്കിക്കേ. ഇതിലെ കംപ്ലീഷൻ ടൈം ഒന്ന് നോക്കിക്കേ, നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട്? P1 കംപ്ലീഷൻ ടൈം എത്രയാണ്? 24. അതെങ്ങനെ കണ്ടുപിടിക്കും? അത് നമുക്ക് ഗാൺ ചാർട്ടിൽ നിന്ന് കിട്ടും. P2ൻ്റെ കംപ്ലീഷൻ ടൈം ഞാൻ അതാണ് പറഞ്ഞത്, ഒരു ഗാൺ ചാർട്ട് വരച്ച് കഴിഞ്ഞാൽ അവർ 90% ഓഫ് അവർ പ്രോബ്ലം ഈസ് സോൾവ്ഡ്. സോ P2ൻ്റെ കംപ്ലീഷൻ ടൈം എത്രയാണ്? അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂ ദാറ്റ് ഈസ് 27. ഓക്കെ. ഇനി P3യുടെ കംപ്ലീഷൻ ടൈം അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂ ദാറ്റ് ഈസ് 30. ഇനി ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർമുലയുണ്ട്, കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. ബട്ട് ഇവിടെ അറൈവൽ ടൈം എല്ലാം 0 ആണ്. സോ ടേൺ അറൗണ്ട് ടൈം ഇസ് ഈക്വൽ ടു കംപ്ലീഷൻ ടൈം അല്ലേ? സോ ഈ വാല്യൂ തന്നെയാണ് 24, 27, 30. ഡൗട്ട് ഇല്ലല്ലോ. ഇനി വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർമുലയുണ്ട്, ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം. ദാറ്റ് ഇസ് ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം. Okay, 24 minus 24 which is 0. Again 27 minus 3 which is 24. Then 30 minus 3 which is 27. Okay. അതുമല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അറൈവൽ ടൈം തന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂ ആയിരിക്കും വെയിറ്റിംഗ് ടൈം. P1ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂ എത്രയാണ്? 0. 0 അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? 0 അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? സിമിലർലി P2ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂ എത്രയാണ്? 24. അതല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? സിമിലർലി P3യുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂ എന്താണ്? 27. അതല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? സോ നമുക്ക് ഈ ഫോർമുല വെച്ച് അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ ഗാൺ ചാർട്ടിൽ നിന്നും കിട്ടും. സോ ഞാൻ ബെറ്റർ നമ്മൾ ഫോർമുല യൂസ് ചെയ്ത് തന്നെ ചെയ്യുക. കാരണം ക്വസ്റ്റ്യനിൽ അറൈവൽ ടൈമും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ ആ അറൈവൽ ടൈമും കൂടെ ഇവിടെ മൈനസ് ചെയ്യേണ്ടതുണ്ട്. അപ്പം കുറച്ച് ഡിഫറെൻറ്റ് ആൻസേഴ്സിൽ കുറച്ച് ഡിഫറൻസ് വരും. അതുകൊണ്ടാണ് പറഞ്ഞ് ഈ ഫോർമുല പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ഫോർമുല പഠിച്ചു വയ്ക്കുക. ടേൺ അറൗണ്ട് ടൈം ഇസ് ഈക്വൽ ടു കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. ദെൻ വെയിറ്റിംഗ് ടൈം ഇസ് ഈക്വൽ ടു ടേൺ അറൗണ്ട് ടൈം മൈനസ് ബസ്റ്റ് ടൈം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് കണ്ടുപിടിച്ചു? ഇവിടെ നമ്മൾ ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈം ഓഫ് ഈച്ച് പ്രോസസ് കണ്ടുപിടിച്ചു. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വി നീഡ് ടു കാൽക്കുലേറ്റ് ദ ആവറേജ് വെയിറ്റിംഗ് ടൈം, റൈറ്റ്? ആവറേജ് വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ വെയിറ്റിംഗ് ടൈം ഓഫ് പ്രോസസ് P1 plus waiting time of process P2 plus waiting time of process P3 divided by number of process, that is 0 plus 24 plus 23 divided by 3 which is 17. Okay, similarly average turnaround time turnaround time of P1 plus turnaround time of P2 plus turnaround time of P3 divided by 3 which is equal to 27. നമുക്ക് എന്ത് ആൻസർ കിട്ടി? ആവറേജ് വെയിറ്റിംഗ് ടൈമും കിട്ടി, ആവറേജ് ടേൺ അറൗണ്ട് ടൈം കിട്ടി. ഇനി നമുക്ക് ഈ ഒരു അൽഗോരിതം ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. ഈ അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്ക് എന്നിട്ട് പ്രോസസ്സ് P1 3 പ്രോസസ്സും അവരുടെ ബേസ്റ്റ് ടൈമും കൊടുത്ത് നോക്കാം. നമുക്ക് ഈ ഒരു ആൻസർ തന്നെയാണോ കിട്ടുന്നതെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ ഇംപ്ലിമെൻറ്റേഷൻ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.